ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് പുറം ഭാഗം നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റും മെൽറ്റായ ചീസുമുള്ള നല്ലൊരു സ്നാക്സാണ് കേട്ടോ. കണ്ടോ, അപ്പോൾ ഇതാ ഉള്ളിൽ നല്ല സോഫ്റ്റും പിന്നെ മറ്റേ ചീസ് വെച്ചതുകൊണ്ട് അതിൻ്റെ ഒരു ടേസ്റ്റും എല്ലാം പാടെ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇത് റംസാനിന് പറ്റിയൊരു ഐറ്റം തന്നെയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇനിയിപ്പോൾ ഉരുളക്കിഴങ്ങും ചിക്കനും, എല്ലില്ലാത്ത ചിക്കനാണ് ഞാൻ എടുത്തത്. അതിലിത്തിരി ഉപ്പും കുരുമുളക് പൊടി ഇട്ട് കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ വേവിച്ച ഉരുളക്കിഴങ്ങ് നമ്മൾ നന്നായിട്ട് ഉടച്ചെടുക്കുക കേട്ടോ. ഉടച്ചെടുത്തതിന് ശേഷം അതിൽ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ചിക്കന് കൈ കൊണ്ട് നന്നായിട്ട് പൊടിച്ചെടുത്തതാണ്. പിന്നെ മല്ലിയില ചെറുതായി അരിഞ്ഞത്, വലിയുള്ളി ചെറുതായി അരിഞ്ഞത്, ചീസ്. അപ്പോൾ ഇത്ര ഐറ്റംസാണ് അതിൽ വേണ്ടത് കേട്ടോ. ഇനിയിപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് ഞാനൊരു പാത്രത്തേക്ക് മാറ്റിയെടുക്കട്ടെ. ഇനിയിപ്പോൾ ബാക്കിയുള്ള ഐറ്റംസൊക്കെ നമുക്ക് അതിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ ചിക്കന് ഒന്ന് വേവിച്ചത് കൈ കൊണ്ട് പൊടിച്ചു കൊടുത്തതാണ് കേട്ടോ. ചിക്കന് കുറച്ച് അധികം ഇടുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ മല്ലിയില ചെറുതായി അരിഞ്ഞ മല്ലിയില അതും ഇട്ട് കൊടുത്തു. ഇനിയിപ്പോൾ വലിയുള്ളി ചെറുതായി അരിഞ്ഞത് അതും കൂടെ ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ അതിലിട്ട് കൊടുക്കുന്നത് ഒറിഗാനോ ആണ് കേട്ടോ. അപ്പോൾ അതും കൂടെ കുറച്ച് ഇട്ട് കൊടുക്കുക. അതതിൻ്റെ ഒരു ടേസ്റ്റിനും വേണ്ടിയിട്ടാണ്. പിന്നെ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ചില്ലി ഫ്ലേക്സ് ഇല്ലേ, അതും കുറച്ച് ഇട്ട് കൊടുത്തു. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ നന്നായിട്ട് എല്ലാതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഞാൻ പിന്നെ കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ഞാനപ്പോൾ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചതാണ് കേട്ടോ. ഞാനിതിൽ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടില്ല. അത് പിന്നെ ഇവിടെ എരി അധികം ആവശ്യമില്ലാത്തതുകൊണ്ടാണ്. ഇനിയിപ്പോൾ ഒരു കോഴിമുട്ടയും അതിലൊരിത്തിരി പാലൊഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. പിന്നെ വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. അത് ഞാൻ മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുത്തതാണ്. ഇതാ ചീസ് ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്ത് വെക്കുക. ഇനിയിപ്പോൾ ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമ്മൾ കൈയിൻ്റെ നടുവിൽ വെച്ചിട്ട് ഇങ്ങനെ അമർത്തി കൊടുത്തതിന് ശേഷം അതിൽ ഒരു ചീസിൻ്റെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ചീസില്ലേ, അതെടുത്തിട്ട് അതിൻ്റെ നടുകിൽ വെക്കുക. എന്നിട്ട് കൈ കൊണ്ട് ഉരുട്ടി കൊടുക്കുക കേട്ടോ. കണ്ടോ, ഇനിയിപ്പോൾ ഇതിങ്ങനെ ഉരുളാക്കി വെച്ചിട്ട് ഈ പാലും കോഴിമുട്ടയും വെച്ച മിക്സില്ലേ അതിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലിട്ടിട്ട് നന്നായിട്ട് അതിനെ കവർ ചെയ്തെടുക്കുക കേട്ടോ. കണ്ടോ, ഇങ്ങനെ നന്നായിട്ട് കവർ ചെയ്തിട്ട് എടുക്കുക. ഇനിയിപ്പോൾ ഞാൻ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ എടുത്ത് റെഡിയാക്കി വെക്കട്ടെ. എല്ലാം അത് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് 6 ബോൾസാണ് കിട്ടിയത് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ചട്ടി വെച്ചിട്ട് എണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ട് നല്ല തിളച്ച എണ്ണയിൽ ഓരോന്നിട്ടുങ്ങാണ്ട്, ഫസ്റ്റ് ഞാൻ ഒന്നിട്ടുങ്ങാണ്ടാണ് ഫ്രൈ ചെയ്തെടുത്തത്. ഇത് നമ്മൾ ചട്ടിയിലിട്ട് കൊടുക്കുമ്പോൾ തീ കുറച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ കേട്ടോ. നന്നായിട്ട് ചൂടായ എണ്ണ തീ കുറച്ച് കൊടുത്തിട്ട് അതിലിട്ട് കൊടുക്കുക. ഇതപ്പോൾ 2 ഭാഗവും ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ചെറുതായി അങ്ങോട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കോരി മാറ്റാം. രണ്ടാമത്തെ ട്രിപ്പിൽ ഞാൻ ഇട്ട് കൊടുത്തപ്പോഴേ 3 ഒരുമിച്ചിട്ട് കൊടുത്തു. കുഴപ്പമില്ല എന്ന് തോന്നിയപ്പോൾ
ഇട്ട ഉടനെ നമ്മൾ ഇളക്കാൻ പാടില്ല, അപ്പോൾ പൊടിഞ്ഞു പോവും. ഒരു ഭാഗം ചെറുതായിട്ടൊന്ന് ആയി കഴിഞ്ഞതിന് ശേഷം മാത്രം മറ്റേ ഭാഗം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ഇത്രയൊക്കെ ഉള്ളൂ. നമ്മൾ ചീസ് പൊട്ടാറ്റോ ബോൾ ഇവിടെ റെഡിയായി. നല്ല ക്രിസ്പിയും ടേസ്റ്റിയായ ഒരു സ്നാക്സാണ് കേട്ടോ. റംദാൻ മാസത്തിൽ അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റുന്ന സ്നാക്സാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അതുപോലെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ, എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ.